വംശീയ കലാപം മണിപ്പൂരിന്റെ സർവ്വമേഖലയും ബാധിക്കുകയും അത് കീഴ്മേൽ മറിക്കുകയും ചെയ്തിട്ടും നരേന്ദ്രമോദി ഇന്നേ ദിവസം വരെ അതിനെപ്പറ്റി ഒന്നും പരാമർശിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇപ്പോൾ ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് മുമ്പിൽ മണിപ്പൂർ മുഖ്യമന്ത്രിയായ ബീരൻ സിംഗ് രാജിക്കത്ത് സമർപ്പിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. അവിടെ BJPയുടെ സഖ്യകക്ഷി പിന്തുണ പിൻവലിച്ചത് കൊണ്ട് മന്ത്രിസഭ വീഴും എന്ന ഭയം കൊണ്ടല്ല. സ്വന്തം പാർട്ടിയുടെ MLA-മാർ പ്രധാനമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചപ്പോൾ അനുവദിക്കാത്തത് കൊണ്ട് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ കണ്ട് കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ പാലം വലിച്ചിരിക്കും. ഞങ്ങൾ ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട സമയത്ത് കൃത്യമായി പ്രതിപക്ഷം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ വിപുലംഘിച്ച് തന്നെ വോട്ട് ചെയ്യും എന്ന് കൃത്യമായി പറയാനുള്ള അവരുടെ ധൈര്യം, അവരത് പറയുമ്പോൾ പിന്നെ മറ്റു ഗതിയില്ല എന്നുള്ളതാണ്. BJP ഇപ്പോൾ ന്യായീകരിക്കുന്നത് മണിപ്പൂരിനോടുള്ള ഉത്തരവാദിത്വവും കടമയും കൊണ്ടാണ് ബീരൻ സിംഗ് ഒടുവിൽ രാജിവെച്ചതെന്നാണ്. അല്ല, നിവർത്തികേട് കൊണ്ട്, ഗതിയും ഇല്ലാത്തത് കൊണ്ട് രാജിവെച്ചു. കൂക്കി MLA-മാർ പോലും അതിശക്തമായി ബീരൻ സിംഗിനെ കയ്യേറ്റം ചെയ്യും എന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മണിപ്പൂരിലെ 2 ലോക്സഭാ സീറ്റിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നുന്ന വിജയമാണ് നേടിയെടുത്തത്. മണിപ്പൂരിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പാർലമെന്റിൽ ഘോരഘോരം വാദിക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമൊക്കെ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മണിപ്പൂർ പോകും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവിടെ കോൺഗ്രസ് തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. കാരണം അത്രമേൽ സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു മണിപ്പൂരിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം. BJPയുടെ അവിടത്തെ ഏറ്റവും ഗതികെട്ട ഭരണത്തെ തൂത്തെറിയാൻ കൃത്യമായി പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പ്രതിപക്ഷം ശക്തമായി തന്നെ അവിശ്വാസം കൊണ്ടുവരാനിരുന്നതാണ്. ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ തന്നെ ബീരൻ സിംഗ് മനസ്സില്ലാ മനസ്സോടെ രാജിവെക്കാൻ പ്രധാനമായ കാരണം കൂക്കി നേതാക്കളുടെ വെല്ലുവിളി തന്നെയാണ്. മീതേ വിഭാഗവും കൂക്കി വിഭാഗവും തമ്മിലുള്ള ഈ വംശീയ കലാപത്തെ അടിച്ചമർത്തുന്നതിൽ പൂർണ്ണ പരാജിതനായി എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന ഓഡിയോ ക്ലിപ്പ് അത് ഇദ്ദേഹത്തിൻ്റെ തന്നെ എന്ന് 93% വ്യക്തമായ ഒരു സാഹചര്യത്തിൽ, അത് ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോൾ വ്യക്തമായ സാഹചര്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇദ്ദേഹത്തിനെ നാർക്കോ അനാലിസിസിന് വിധേയമാക്കണമെന്നാണ് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടത്. വംശീയ കലാപത്തിന്റെ ആക്കം കൂട്ടാൻ ബീരൻ സിംഗ് സ്വാർത്ഥ താല്പര്യം ഉപയോഗിച്ചിരുന്നു എന്നാണ് കോൺഗ്രസ് MP-മാർ മണിപ്പൂരിൽ നിന്നുള്ളവർ ലോക്സഭയിലും കൃത്യമായ നിർദ്ദേശം കൊടുത്തത്. ബീരൻ സിംഗിന് രക്ഷപ്പെടാൻ കഴിയില്ല. ബീരൻ സിംഗിനെ അഴിക്കുള്ളിലാക്കിയിരിക്കും കോൺഗ്രസ്. ഈ കൊലച്ചതിക്ക് മറുപടി കൊടുത്തിരിക്കും എന്നാണ് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്.